ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഓണ സെലിബ്രേഷൻ്റെ ആണ്. ഓണക്കാലമായ പിന്നെ സെലിബ്രേഷൻസിൻ്റെ ആണ്. സോ ഇന്ന് ഞാൻ ഹിമാനി ക്രിയേഷൻസിൻ്റെ ഓണം ബ്ലാസ്റ്റ് എന്ന പ്രോഗ്രാമിൻ്റെ ഗസ്റ്റായിട്ട് പോവുകയാണ്. സോ അടിപൊളി ഒരു പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ. ഞാനവിടെ ചെന്നപ്പോൾ പിള്ളേരൊക്കെ പ്രാക്ടീസിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. സിത്താര ചേച്ചി ആണെങ്കിൽ അവിടെ ദേ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഞാൻ പോയി റെഡി ആയിട്ട് ഏതായാലും വരാം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഇന്നത്തെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ സിത്താര ചേച്ചി, ഹിമാനി ക്രിയേഷൻ്റെ സിത്താര ചേച്ചി. ചേച്ചിയുടെ പ്രോഗ്രാം ആണെന്ന് അല്ലേ? ഓണം ബ്ലാസ്റ്റ് ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, എൻ്റെ ക്യൂട്ട് സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓണം ബ്ലാസ്റ്റ് പൊളിക്കാൻ പോകുന്നതാണ് ഗൈസ്. പൊളിക്കും ഞങ്ങൾ. ആ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അടിപൊളിയായിട്ട് അത്തപ്പൂക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും സീറ്റിലോട്ട് ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഓണാഘോഷം തുടങ്ങാൻ പോകുന്നത്. അഖിലേട്ട് അവിടെ നിന്ന് ഇങ്ങനെ തംസപ്പ് കാണിക്കുക. ഡേ നമ്മുടെ നജീബിക്ക ഞാൻ സ്നേഹാക്കിയാണ് ഇന്നത്തെ ഹിമാനി ക്രിയേഷൻസിൻ്റെ ഗസ്റ്റ്. അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുകയാണ്. സന്തോഷമായത് ഇവർ വിളക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് കേട്ടോ ഈ പ്രോഗ്രാം തുടങ്ങിയത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ഞാൻ എടുത്തില്ല, കാരണം നമ്മൾ ഈശ്വര പ്രാർത്ഥനയുടെ കാര്യം ഞാൻ എടുത്തില്ല. സോ എനിക്കത് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ്. ഞാനിത് കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ പരിപാടീസിൽ ഞാനത് കണ്ടിട്ടില്ല. ഒരുപാട് പേര് ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ പങ്കെടുത്ത പരിപാടീസിൽ ഞാൻ കണ്ടിട്ടില്ല. അതിന് ശേഷമാണെങ്കിൽ ഓണത്തിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ വേണം നമ്മുടെ ഒരു ഓണപ്പരിപാടിയായ. കാരണം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എനിക്കറിയില്ല, ഇവർക്കൊക്കെ പണ്ടത്തെ ഓണക്കാലത്തിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമെന്നൊന്നും അറിയില്ല. ഇതൊക്കെ ചേച്ചി ഇതൊന്നും ഞാൻ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. പിന്നെ ഇതാണ് നമ്മുടെ അഖിലേട്ടൻ. ഇവർ രണ്ടുപേരാണ് ഹിമാനി ക്രിയേഷൻസിൻ്റെ പില്ലേഴ്സ്. ഇവരാണ് നമ്മുടെ ഹിമാനിയുടേത്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ ഹിമാനി ക്രിയേഷൻസിൻ്റെ പിള്ളേർ മോഡൽസിൻ്റെ അമ്മമാരായിക്കോട്ടെ അവിടുത്തെ പിള്ളേരായിക്കോട്ടെ എല്ലാവരുടെയും എക്സ്പീരിയൻസുകൾ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന വേദിയായിരുന്നു. അതൊക്കെ ശരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ ആഡ് ഓൺ ചെയ്തെന്നല്ല, ചിലപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടത്, അതായത് നമുക്കൊരു വേദി ഇല്ലാണ്ട് കിട്ടണമായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന രീതിയിലുള്ള ഇതും പിന്നെ എല്ലാം ഞാൻ പറയാം പാരൻസാണ് നമ്മുടെ ഈ പിള്ളേരെയൊക്കെ ഇത്രയും ആക്കിയ പാരൻസാണ്. അപ്പോൾ ആ പാരൻസിനെയൊക്കെ നമ്മൾ ഈ ഒരു വേദിയിൽ കൊണ്ടുവരിക, അവരവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ് ചേച്ചി ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അതുകൂടാണ്ട് തന്നെ ഒരുപാട് കലാപരിപാടികളുണ്ടായി, ഡാൻസ്, നാടോടി നൃത്തം, ഇതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് എൻ്റെ ഒരു ഓണക്കാലത്തോട്ട് ശരിക്കും കൊണ്ടുപോയിട്ടാ. ഇപ്പോഴത്തെ ഇപ്പോൾ പുതിയ ന്യൂ ട്രെൻഡി ഓണ സെലിബ്രേഷൻസാണ് ഞാൻ കണ്ടേക്കണം. പക്ഷേ ഇതാണ് ഓണ സെലിബ്രേഷൻ. ഇതാണ് നമ്മുടെ പഴയ കാലഘട്ടങ്ങൾ, എല്ലാവരും ഒത്തൊരുമയോട് ഉള്ളതാണ് ഓണക്കാലങ്ങൾ. ആ ഒത്തൊരുമ ഇതിൻ്റെ അകത്ത് കാണിച്ചത് എനിക്ക് സന്തോഷമായി. പിന്നെ അടിപൊളി സദ്യ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സദ്യയായിരുന്നു, എസ്പെഷ്യലി പായസം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ 2 പ്രാവശ്യം കുടിച്ചു, ഒന്നും പറയില്ല. സിത്തുമണി പറയൂ, ഓണവിശേഷങ്ങൾ പറ. ഓണവിശേഷങ്ങളിൽ നമ്മളുടെ ഫസ്റ്റത്തെ ഓണസദ്യയായിരുന്നു, വയറ് നിറച്ച് ഓണം. അത് നല്ല സദ്യയായിരുന്നു, എസ്പെഷ്യലി പാലട പായസം. 2 പ്രാവശ്യം കുടിച്ചു, അടിപൊളിയായിരുന്നു, ഒന്നും പറയാം. നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ കലാപരിപാടികൾ തുടങ്ങുകയാണ്. അതെ, വീണ്ടും കലാപരിപാടി. നമ്മുടെ സൂര്യനെ കസേരക്കളിയിൽ ഇറക്കാനുള്ള ഞാൻ പ്രോത്സാഹിപ്പിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ സമ്മതിക്കുന്നത്. ആണോ? എനിക്ക് വയ്യ. എങ്ങനെയുണ്ട്? നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം സൂര്യയുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന്. നല്ല രസമല്ലേ? നല്ല അടിപൊളിയായിട്ടാണ്. അതും സത്യം പറയട്ടെ, ഹിമാനി ക്രിയേഷൻസ് ഒരു ദിവസം കൊണ്ടാകണല്ലേ, ഒരു ദിവസം കൊണ്ടിരിക്കും. ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത്, അതെ, സാരി ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ കോസ്റ്റ്യൂം കിട്ടുന്നത് എന്റെ കയ്യിൽ. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വായിച്ചു കൊടുത്ത് അടിപൊളിയായിട്ട്. ഇനിയാണ് കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ കസേര കളിയോടുകൂടി ഞങ്ങൾ കലാപരിപാടികൾ ആരംഭിച്ചു. ഇത് നമ്മുടെ അഖിലേട്ടൻ തോറ്റതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മുടെ അഖിലേട്ടൻ ആ റൗണ്ടിൽ ഔട്ടായിരിക്കാണ് ഗൈസ്. ആക്ച്വലി ഇത് രസമുള്ളൊരു കസേരകളായിരുന്നു. പിന്നെ ഇത് രസമുള്ളൊരു സീക്വൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് ആഡ് ചെയ്തത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി കസേരകളായിരുന്നു. സാധാരണ നമ്മൾ റൗണ്ടായിരുന്നു, ഇത് ഇങ്ങനെ വെച്ച് രസമുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ആയിരുന്നു. എന്തായാലും
ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫൗള് കാണിക്കും, പക്ഷെ എന്നാൽ പോലെ അവൻ ജയിക്കും. അതാണ് അവൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ റൗണ്ട്. രണ്ടും കണക്കാണ്, രണ്ടും കണക്കാണ്. ബെസ്റ്റ് ആൾക്കാരാണ് ഫൈനലിൽ വന്നേക്കണം. അങ്ങനെ രണ്ടും ഇതും കൂടി അങ്ങനെ ഓടി അവസാനം എന്തൊക്കെ കാണിച്ചാലും അവൻ ജയിച്ചു. അടുത്ത നമ്മുടെ കുട്ടികളുടെ കസേരകളായിരുന്നു. കുട്ടികൾ നമ്മുടെ നോർമൽ തന്നെയായിരുന്നു കേട്ടോ, പക്ഷെ അത് രസമുണ്ടായിരുന്നു. നല്ല സ്പിറ്റുള്ള പിള്ളേരുണ്ടാ, വിചാരിക്കുന്നോട്ടൊന്നുമല്ല. ഓരോ ഇത് ഔട്ടാവും തോറുമാണ് ഓരോരുത്തരുടെ ആ ഒരു ഊർജം നമ്മൾ കാണുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ കുട്ടിമണീസ് ജയിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വലിയവരുടെ ഫൈനലിൽ കിട്ടിയ ആളും കുട്ടിയുടെ ഫൈനലിൽ കിട്ടിയ ആളും തമ്മിലുള്ള മത്സരമായിരുന്നു. അതിലവൻ തോറ്റി. പിന്നെ നെക്സ്റ്റ് നമ്മുടെ നമ്മൾ ലെമൺ സ്പൂൺ റൈസാണ്. ഇത് നമ്മൾ ഫ്ലവർ സ്പൂൺ റൈസാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തത്. അത് അടിപൊളിയായിട്ട്. പക്ഷെ ഇതിലൊരു സംഭവം എന്ന് വെച്ചാൽ നല്ല കാറ്റാണ്, അതായത് ഫാനിന് നമ്മൾ വിചാരിക്കുന്നോട്ടല്ല ഇത് നല്ല രീതിയിൽ പറന്നു പോകുന്നുണ്ട്. ചിലവരുടെ ഓക്കെയോ ശരിയോ, പക്ഷേ കാരണം ഈ അറ്റത്തിരിക്കുന്ന 2 പേർക്കുമാണ് ആ പണി കിട്ടണത്. നല്ല രീതിയിൽ അത് പറന്നു പോകും. അത് നമ്മളത് കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ രസമുണ്ടായിട്ടാ, വിചാരിച്ചോട്ടല്ല, അടിപൊളിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സേട്ടന്മാരുടെ ഓടി പോണോക്കെ രസമുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു, ഫണ്ണായിരുന്നു. അതിനുശേഷം നമ്മുടെ കുഞ്ഞുമക്കളുടെ ആയിരുന്നു. ആക്ച്വലി ആ ഉണ്ണി, ഈ കുട്ടൂസൻ ഒന്നും പറയാനില്ല. എന്താണോ നമ്മൾ പറഞ്ഞു കൊടുത്തത് അത് തന്നെ അവൻ ചെയ്തു. അവനോട് ഒരു കൈ ബാക്കിൽ വെക്കാൻ പറഞ്ഞാൽ അതുപോലെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ബാക്കി എല്ലാവരും ആ സ്പിരിറ്റിൽ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ച് അവർ നമ്മൾ ജയിക്കാനുള്ള ആ ഒരു ഇത് കാണിക്കുമ്പോൾ എന്തെങ്കിലും ഫൗള് കാണിച്ചാലും ഓക്കെ ഫൈൻ, നമ്മൾ ജയിക്കണം. പക്ഷെ അവൻ നമ്മൾ എന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത് അതുപോലെ ചെയ്ത് ഒരേ ഒരു കുട്ടി അതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത അവൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. അടുത്തത് വടംവലി. ഓണാഘോഷത്തിന് വടംവലി ഇല്ലാണ്ട് എന്തോ ഓണം. അപ്പം പിന്നെ നെക്സ്റ്റ് വടംവലിയാണ്. നമ്മളങ്ങനെ A ടീമും B ടീമുമായി സിത്താര ചേച്ചി നമ്മുടെ റെഫറിയായി. അങ്ങനെ അതേ വടംവലിക്കാനായിട്ട് ഓടി വന്ന് നോക്കിയേ അവിടെ നിന്ന്. അങ്ങനെ ആവേശകരമായ വടംവലി ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അവസാനം വടം പൊട്ടിയിരിക്കുന്നു, ഞങ്ങൾ ജയിച്ചു. എല്ലാം ഷടപടേന്ന് പറഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഓടി വന്ന് എന്തൊക്കെയോ പറയണ്ടായിരുന്നു, പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മൾ ജയിച്ച്, നമ്മൾക്കതാണ് വേണ്ടത്. അത്ര അടിപൊളിയായി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെയാണ് ആ തുള്ളലും ഇതൊക്കെ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഡാൻസായി, കൂത്തായി, എല്ലാമായി അടിച്ചു പൊളിക്കാനായിട്ടുള്ള ആ ഒരു ഇതായി. പിന്നെ പാട്ടൊക്കെ വെച്ച് നല്ല രീതിയിൽ എല്ലാവരും കൂടി അങ്ങനെ അടിച്ച് പൊളിച്ച്. ഇതാണ് ഓണം, ഓണക്കാലത്തെ ഓണാഘോഷം. അത് നല്ല അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി ആ ഒരു സെലിബ്രേഷൻ അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട്, ബിക്കോസ് വെള്ളടി ഇല്ല, ഒന്നുമില്ല, അടിച്ച് പൊളിച്ച് അങ്ങനത്തെ ഒരു ഓണം. അതാണ് ശരിക്കും ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കട്ടെ. എൻ്റെ പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. സോ എനിക്ക് അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒത്തുകൂടി ഞങ്ങളെല്ലാവരും കൂടി അത്രയും എൻജോയ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ഓണം, നമ്മുടെ ഒരു ഫാമിലി ആയിട്ടൊരു ഓണാഘോഷിക്കണം എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള രസകരമായിട്ടുള്ള ഒരു ഓണാഘോഷങ്ങൾ. എൻ്റെ പൊന്നെ പിള്ളേരൊക്കെ സ്പിരിറ്റ് അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ല എനർജറ്റിക് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞ വെള്ളോടില്ലെന്ന് വെച്ചാൽ ചിലവർക്ക് വെള്ളം ഉള്ളിൽ ചെന്നാൽ മാത്രമേ ആ ഒരു എനർജറ്റിക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെല്ലാം എൻ്റെ വൈബ് പോലെ എനിക്ക് തോന്നി. അതുപോലെ ആയിട്ട് അടിച്ച് പൊളിച്ച് നല്ല രസമുണ്ടായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് നല്ല അടിച്ച് പൊളിച്ച്. എന്തായാലും നല്ല കളർഫുൾ ഓണമായിരുന്നു. ഓണം ബ്ലാസ്റ്റ്, ഇത് അടിപൊളിയായിരുന്നു. എന്തായാലും എനിക്ക് പൊളിയായിരുന്നു, നൈസ്, ഒന്നും പറയാനില്ല. കാരണം സാധാരണ ഞാൻ കാണുന്ന വേറെ വെറൈറ്റീസ് ഓഫ് ഓണം അല്ലേ, അപ്പോൾ അല്ലെങ്കിൽ ന്യൂജൻ ഓണംസ് അല്ലേ. അപ്പോൾ എനിക്കൊരു പഴയ കാലത്തോട്ട് പോയതിൻ്റെ സന്തോഷമാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എന്ന് ഞാൻ നിർബന്ധമൊന്നുമില്ല. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് നല്ല രീതിയിൽ എന്തായാലും എൻജോയ് ചെയ്തു. അങ്ങനെ അടിപൊളിയൊരു ഓണാഘോഷ പരിപാടി എന്നെ ക്ഷണിച്ചതിന് സിത്താർച്ചേച്ചി ഒരുപാട് നന്ദി. ഞാൻ വന്നിട്ടാലും മിസ്സായിപ്പോൾ. എനിക്കിന്ന് വേറെ 2-3 ഓണാഘോഷങ്ങളുണ്ടായി, ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ചേച്ചിനോട്. പക്ഷേ എനിക്കിവിടെ വരാൻ തോന്നിയത് എൻ്റെ ഒരു എന്തായാലും അതെൻ്റെ അടിപൊളി ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. നൈസ്, എനിക്ക് എന്തായാലും പേഴ്സണലി ഭയങ്കര ഹാപ്പി. നമ്മൾ അടിച്ചു പൊളിച്ച് എന്തായാലും നൈസ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ കലാശക്കോട്ടെ എല്ലാവരും കൂടി വന്ന് ഓ മൈ ഗോഡ് വേർത്ത് കുളിച്ച് ശരിക്കും ഇതൊക്കെ എന്താ എനർജി. ഇത് പാരൻസൊക്കെ ഉണ്ടോ, എന്താ ഇത്, എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ലാണ്ട്. ഓണം അടിച്ചു. സീരിയസ്ലി എനിക്ക് മിസ്സായി.
ഞാൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയാനാണ് സത്യം കേട്ടോ. ഞങ്ങൾ അങ്ങനെ പറയാനാ അതോടെ പെട്ടെന്നായോ സോറി. സീരിയസ്ലി ഞാൻ അതിലായി മിസ്സായേ. അടിപൊളി. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിന് മുമ്പ് മോഡലിംഗ് കമ്പനീസിലൊക്കെ ഒരുപാട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര അടിപൊളി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പാരന്റ്സ് ഇൻവോൾവ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പാരന്റ്സ് എല്ലാവരും പോലും ഫാമിലി അടിപൊളി. എനിക്ക് ഒന്നും പറയാനില്ല. അടിപൊളി. ഇതാണ് തിരക്കാണ് ഇന്ന്. സൂര്യക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പറഞ്ഞു ചേച്ചി എന്തോരം പ്രോഗ്രാംസ് ആണ്. പക്ഷെ എങ്ങനെയൊക്കെയോ രാവിലെ ബസ്സൊക്കെ കയറി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്തി. ഹിമാനിന്റെ സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷം. ഓക്കെ. അപ്പം ഗൈസ്, ഇന്ന് ഒരു അടിപൊളി സെലിബ്രേഷൻ, ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഒരു അടിപൊളി സെലിബ്രേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മേക്കപ്പും എല്ലാം അഴിച്ച് വെച്ച് സാരിയൊക്കെ വെച്ച് അത്രയും അടിപൊളി ആയതുകൊണ്ട് നല്ലോണം ക്ഷീണിച്ച് വേർത്ത് കുളിച്ച്. അപ്പം അതുകൊണ്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് ഞാൻ പോവുകയാണ്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാനി ക്രിയേഷൻസിൻ്റെ ഓണം ബ്ലാസ്റ്റ് ആയിരുന്നു. പറഞ്ഞുകൂട്ട് തന്നെ ബ്ലാസ്റ്റ് പരിപാടിയായിരുന്നു. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വന്നില്ലാണെങ്കിൽ മിസ്സായിരുന്നു. എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ടായിട്ടും ഞാൻ ഇവിടെ വന്നതിന് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒന്നും പറയില്ല. താങ്ക് യു സിത്തുമണി, എന്നെ എൻ്റെ അതോട് വിളിച്ചതിന് ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. സോ ഗൈസ്, ഇന്നത്തെ വിശേഷം ഓണവിശേഷമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.